ഉറങ്ങിക്കിടന്ന നാടോടിക്കുട്ടി 2 വയസ്സുകാരിയെ പേട്ട ചാക്കയിൽ നിന്ന് കഴിഞ്ഞ മാസം 18-ാം തീയതി തട്ടിക്കൊണ്ടുപോയി. നാടോടികളുടെ ഒപ്പം അവരുടെ നെറ്റിനുള്ളിൽ കിടന്ന 2 വയസ്സുകാരിയെ അവർ ഉണർന്നപ്പം ആ കൂടെ കിടപ്പില്ല എന്ന് കണ്ടു. അവർ ബഹളം വെച്ചു, പോലീസിനെ അറിയിച്ചു. രാത്രി മുഴുവൻ കേരളം ഞെട്ടി ഉണർന്നു. അയിരൂരിൽ നിന്ന് നമുക്ക് ഒരു കൊച്ചിനെ കാണാതെ പോയി കേരളം. അന്ന് സടകുടം എഴുന്നേറ്റ് നമ്മൾ ആ കൊച്ചിനെ 3-4 ദിവസത്തിനകം ലഭിക്കുകയും ചെയ്തു ജീവനോടെ. ഇവിടെ അതുപോലെ ഒരു കുട്ടിയെ കാണാതെ പോയി. റോഡ് സൈഡിൽ കിടന്നുറങ്ങിയ കുട്ടിയെ രാത്രി ആരോ വന്ന് ആ കുട്ടിയെ അവരുടെ ഉറക്കത്തിൽ എടുത്തുകൊണ്ട് പോയി. ബ്രഹ്മോസിന്റെ പുറകിലെ റെയിൽവേ ട്രാക്കിനടുത്ത് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് 7-8 അടി താഴ്ചയുള്ള കുഴിയിൽ നിന്ന് പിന്നീട് പോലീസുകാരത് കണ്ടെടുത്തു. കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു, വലിയ ക്ഷതമേറ്റിട്ടില്ല. കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്തു, പരിശോധിച്ചു. ജീവനോടെ ആരോഗ്യവതിയായി ആ പെൺകുച്ചിനെ നമുക്ക് തിരിച്ചു കിട്ടി. കേരളത്തിലെ ജനങ്ങളെ സമൂലം ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. ഒന്നിനു പുറകെ ഒന്നായി കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്ന പോലെ തോന്നി. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ, അവർ ഈ കേസിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു. കുട്ടിയെ കിട്ടിയിട്ടും അന്വേഷണം നിന്നില്ല. ആരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്? ഇത് കേരളത്തിനൊരു ത്രെട്ട് തന്നെയാണെന്ന് അവർക്കറിയാം. ഇയാളെ ബുക്ക് ചെയ്തേ പറ്റുള്ളൂ, ഇയാളെ കണ്ടെത്തിയേ പറ്റുള്ളൂ. ബ്രഹ്മോസിൻ്റെ അവിടുത്തെ CCTV ദൃശ്യത്തിൽ നിന്ന് ഒരാൾ കുട്ടിയെ ഒരു പുതപ്പ് പുതച്ച് മൂടിക്കൊണ്ടുപോകുന്നത് കണ്ടു. പിന്നീട് ആ ആള് ട്രാക്ക് ചെയ്തപ്പോൾ ചില ദൃശ്യങ്ങളൂടെ കിട്ടി. ഇപ്പോൾ ആ ആളെ കണ്ടെത്തി കഴിഞ്ഞു. കേരള പോലീസിലെ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരായ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജും, അതുപോലെ ശംഖുകം അസിസ്റ്റന്റ് കമ്മീഷണർ രാജപ്പന്, അവിടുത്തെ SHO ശ്രീജിത്ത്, അവിടെ SIമാരായ സന്തോഷ്, ഉമേഷ്, അഭിലാഷ്, സാബു, ഇവരും പിന്നെ കുറേ പോലീസുകാരും അന്നു മുതൽ ഇതിൻ്റെ പിന്നാലെ നടന്നു. 18-ാം തീയതി രാത്രി 12:30-ക്കാണ് കുട്ടിയെ നഷ്ടപ്പെട്ടത്. 19 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ബ്രഹ്മോസിൻ്റെ പിന്നിലെ റെയിൽവേ ട്രാക്കിനടുത്തുള്ള കാട്ടിൽ നിന്ന് കൊച്ചിനെ ജീവനോടെ ലഭിച്ചു. നമ്മൾ ദീർഘശ്വാസം വിട്ടു. കേരളം ഞെട്ടിത്തെറിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പല കഥകളും മുന്നോട്ട് വന്നു. കുട്ടിയെ കിട്ടിയിട്ട് സിറ്റി പോലീസ് കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥരും ശാന്തരായി ഇരുന്നില്ല. നിരന്തരം അതിൻ്റെ പുറകെ നിന്നു. ആ കുട്ടിയുമായി എടുത്തുകൊണ്ട് പോകുന്നതും ബ്രഹ്മോസിൻ്റെ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ മുൻ ശിക്ഷക്കാരോ മുൻ കുറ്റവാളികളോ ആണോ എന്നറിയാൻ കേരളത്തിലെ എല്ലാ ജയിലിലേക്കും അയച്ചു. കൊല്ലം ജയിൽ ജീവനക്കാർ ഇയാളെ തിരിച്ചറിഞ്ഞു. അത് മറ്റാരുമല്ല, അസംകുട്ടി, 50 വയസ്സ്, കൊല്ലം വർക്കല അയിരൂരുള്ള ആളാണ്. അയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് 2024 ജനുവരി 2024 ജനുവരി 22-ന് ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ട ആളാണ്. 3.5 വർഷത്തെ ശിക്ഷ കഴിഞ്ഞിട്ടാണ് അയാൾ വെളിയിൽ വന്നത്. അയാളാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് മനസ്സിലായി. അയാൾക്ക് ഏകദേശം 8 കേസിലെ പ്രതിയാണ് അയാൾ. അതിനകത്ത് ഒരു മോഷണ കേസ്, അമ്പലം മോഷ്ടിച്ചതാണ്, 2 ഓട്ടോറിക്ഷ മോഷ്ടിച്ച കേസുണ്ട്, മറ്റു ചില കേസുകളും ഇയാളുടെ പേരിലുണ്ട്. ഏതായാലും പോലീസ് റെക്കോർഡ് അനുസരിച്ച് മുൻ കുറ്റവാളിയാണ്, 8 കേസിലെ പ്രതിയാണ്, അയിരൂർ സ്വദേശിയാണ്, 50 വയസ്സുള്ള അസംകുട്ടിയാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അയാൾക്ക് പ്രത്യേക വീടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പോലീസ് ഇപ്പം അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു, എവിടെയാണെന്ന് അറിയില്ല. ഇപ്പം ജയിലിന് വെളിയിലാണ്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പേട്ട ചാക്കയിൽ അവിടെ
ഫോണിൻ്റെ ടവറുകൾ പരിശോധിച്ചപ്പോൾ ആ ടവറിൻ്റെ കീഴിൽ 3000-ഓളം ഫോണുകൾ ആ രാത്രി 12-ക്ക് ശേഷം അലർട്ടായിട്ടുണ്ട്. അത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഇയാൾ ഫോണിൽ കൂടി അല്ല പോലീസ് ഇയാളെ കണ്ടെത്തിയത്. ഇയാളെ ജയിൽ ജീവനക്കാരാണ് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്തു. അയാൾ അതിന് ശേഷം വെളിയിലാണെന്നറിഞ്ഞു. അയാളുടെ പിന്നാലെ പോലീസ് ട്രാക്ക് ചെയ്ത് വളരെ ശ്രമകരമായ കഠിനാധ്വാനം കൊണ്ടാണ് അയാളെ ഇപ്പം പിടികിട്ടിയത്. ഇല്ലെങ്കിൽ അടുത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞേനെ അയാൾ. ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു പോലീസ്. ഇയാൾ പറഞ്ഞു ഇയാൾ അന്ന് കൊല്ലത്തുനിന്ന് അയാളുടെ വർക്കല വീട്ടിലേക്ക് വന്നതാണ്. ട്രെയിനിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം ഉണർന്നപ്പം പേട്ട ജംഗ്ഷനിലെത്തി. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അയാൾ നടന്നു. ചാക്ക ഭാഗത്തേക്ക് നടന്നപ്പം നാടോടി കുട്ടികളും നാടോടികളും കിടന്ന് ഉറങ്ങുന്ന കണ്ടു. അവിടെ ചെന്ന് നിന്നു. അവരെ ഉണർത്തി കുട്ടിക്ക് മിഠായിയൊക്കെ കൊടുത്തു. ഇയാൾ അവിടെ നിന്ന് പോയി. അതിനടുത്തുനിന്ന് ഒരു കരിക്ക് കൂടി ചെയ്യാം. രാത്രി 12-ക്ക് ശേഷം ഇവർ ഉറങ്ങിയ ശേഷം ഇയാൾ ഒന്ന് കുട്ടി എടുത്തുകൊണ്ട് പോയി. 2 വയസ്സുള്ള കുട്ടി. പോകുന്ന വഴിക്ക് കുട്ടി കരഞ്ഞു. ആ റെയിൽവേ ട്രാക്കിലേക്ക് തന്നെയാണ്, ബ്രഹ്മോസിന്റെ പിന്നിലെ റെയിൽവേ ട്രാക്കിൽ കൂടെ തന്നെയാണ് ഇയാൾ പോയത്. കുട്ടി കരഞ്ഞപ്പോൾ വാവൊത്തി. കുട്ടി ബോധമറ്റു. മരിച്ചുപോയി എന്ന് കരുതി ഇയാൾ ആ കാട്ടിലെ കുഴിയിൽ കുട്ടിയെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും പോലീസ് ആ കഥ വിശ്വസിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇയാളെ സംബന്ധിക്കുന്നിടത്തോളം ഇയാൾക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഒന്നിനോടുമില്ല. സെക്സ് പെർവേർഷനുണ്ട്. പീഡോഫീലിയക്കാരനാണ്. അപ്പോൾ ഇയാൾ മോഷണ സ്വഭാവം നടക്കുന്ന കൂടാതെ അങ്ങനെ പണം ഉണ്ടാക്കും. രാത്രികാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കും. രാത്രി തട്ടുകടയിലെ ചില പാത്രങ്ങളൊക്കെ കഴുകി കിടന്ന് അങ്ങനെ 2-3 ദിവസം അവിടെ നിൽക്കും. അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടും. അതുമായിട്ട് വീണ്ടും സഞ്ചരിക്കും. കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ട്രെയിന് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. അലഞ്ഞു തിരിയുന്ന വ്യക്തിയാണ് ഇയാൾ. ഇയാളെപ്പറ്റി കൂടുതൽ പോലീസ് ചോദ്യം ചെയ്ത് പുതിയ വിവരങ്ങൾ കണ്ടെത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും, കാസർഗോഡും കൊല്ലം ജില്ലയിലും പല സ്ഥലത്തും ചില കുട്ടികളെ കൊന്ന് അവർ വെള്ളത്തിൽ താഴ്ത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. ആരാണ് കുറ്റവാളികളെന്ന് അറിയില്ല. ഇയാൾക്ക് ട്രെയിനിലെ പറ്റിയ പൈസയൊന്നും വേണ്ട. ട്രെയിനിൽ പണമില്ലാതെ ഇയാൾ സഞ്ചരിക്കും. ഇയാൾക്ക് ജീവിക്കാനായിട്ട് ഏതെങ്കിലും തട്ടുകടയിൽ രാത്രി ജോലി ചെയ്താൽ 2-3 ദിവസം നിന്ന് കഴിഞ്ഞാൽ 3-4 രൂപ ലഭിക്കും. അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഇയാൾ. ഡ്രഗ്സ് അടിക്കുന്നവനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു മെൻ്റൽ ഡിസോർഡർ ഉണ്ട് ഇയാൾക്ക്. ഇയാളെ വിട്ടാൽ ഇനിയും ഇയാൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യും. ഇയാളെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഇതൊരു പീഡിയോഫീലിയക്കാരനാണ്. ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത സിറ്റി പോലീസ് ഇയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇയാൾക്ക് മരുന്ന് കൊടുക്കണം. ഇയാൾ ഈ ക്രൈം ഇനി ആവർത്തിക്കും. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. ഇയാൾ മോഷണക്കാരനാണ് ബേസിക്കലി. പക്ഷേ ഒരു ഇയാൾ ഒരു സ്യൂഡോപീഡിയക്കാരനാണ്. ഇയാൾ കുട്ടികളെ കണ്ടാൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കും. അവരെ കൊല്ലാൻ സാധ്യതയുണ്ട്. കൊല്ലത്ത് നാടോടി സ്ത്രീകളുടെ ഇടയ്ക്ക് നിന്നൊരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇയാൾ പോയപ്പോൾ നാട്ടുകാർ ഇടപെട്ടു. ഇയാൾക്ക് നല്ല തല്ലു കൊടുത്ത് പറഞ്ഞു വിട്ടു അവർ. എന്തായാലും സിറ്റി പോലീസിൻ്റെ ഈ ഒരു അറസ്റ്റ്, ഇയാളെ അറസ്റ്റ് ചെയ്തത് കേസ് തീർന്നു എന്ന് നമ്മളെല്ലാം കരുതി. കാരണം കുട്ടിയെ നമുക്ക് ജീവനോടെ കിട്ടി. ഇനി പോലീസ് അലസത കാണിക്കും എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങനെയല്ല സിറ്റി പോലീസ് ചെയ്തത്. പോലീസ് കമ്മീഷണർ നാഗരാജും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് DCP നിതിൻ രാജും അസിസ്റ്റന്റ് കമ്മീഷണർ ശംഖുമുഖത്തെ രാജപ്പനും ശ്രീജിത്ത് SHO എല്ലാവരും അവരിതിൻ്റെ പിന്നാലെ കൂടി നടന്നു. കാരണം അപകടം മണത്തു അവർക്ക്. ഇനിയും കുട്ടികളെ കൊല്ലാം, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ അവസരം കിട്ടിയാൽ. എന്തായാലും ഇയാൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇയാൾക്ക് ചിലപ്പോൾ ശിക്ഷ കഴിഞ്ഞിറങ്ങി വീണ്ടും സമൂഹത്തിലേക്ക് വരും. അതുകൊണ്ട് ഇയാൾക്ക് ട്രീറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള കുറേ കഥാപാത്രങ്ങൾ കേരളത്തിലുണ്ട്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും കുറ്റകൃത്യം ചെയ്യുന്നവരും. അവർക്കൊക്കെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. അതിനുള്ള ശ്രമം ഇതിൻ്റെ കൂടെ നടക്കണം. ഓയൂർ നമ്മുടെ അറിയാം, 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കേരളം അന്ന് ഞെട്ടിയതാണ്. നമുക്ക് ആ കുട്ടിയെ ജീവനോടെ ലഭിച്ചു. അതുപോലെയുള്ള സംഭവങ്ങൾ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം.
തെളിവില്ല. പത്തനംതിട്ട ജില്ലയിലോ കൊല്ലം ജില്ലയിലോ ഒരു കുട്ടിയുടെ ഡെഡ് ബോഡി അവിടെ വയലിലെ അഴുകിയ നിലയെ കണ്ടെത്തിയിട്ടുണ്ട് 4-5 മാസം മുമ്പ്. ഇയാളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ലൈനിലേക്ക് സിറ്റി പോലീസ് ഇയാളെ കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.